ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ റഹ്മാൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗുഡ് പാപ്പടി എന്നുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്സാണ്. കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സായി കൊണ്ടുപോകാനും വീട്ടിൽ വന്ന് കഴിക്കാനും ഒക്കെ നല്ലതാണിത്. കൊച്ചുകൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഇതൊരു സ്വീറ്റ്സാണ്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണേ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വീട്ടിൽ ബന്ധുക്കൾക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ട് വെക്കുന്ന ഒരു വിഭവമാണ്. 1 കിലോ അരിയാണ് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ അരിയിൽ 1 കിലോ ശർക്കര, കുറച്ച് ഏലക്ക, ഒരു 10 ഏലക്ക ഉണ്ട്, കുറച്ച് നെയ്യ്, ഇത്രയുമാണ് ആവശ്യം. 4 കൂട്ടം ഏലക്ക ഉൾപ്പെടെ. രുചി ക്രമീകരിക്കാൻ ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കണം ആ ശർക്കര ഉരുക്കണ സമയത്ത്. ഇനി ആദ്യം അടുപ്പ് കത്തിച്ച് അരി വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം വറുക്കാൻ. നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെയും വറുത്തെടുക്കണം. കരിയാനും പാടില്ല, അടി പിടിക്കാനും പാടില്ല. ആ രീതിയിലാണ് വറുക്കുന്നത്. ഈ ശർക്കരയിൽ കുറച്ച് വെള്ളം വെച്ച് ഉരുകാൻ വെക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് ഉരുകാൻ വെക്കുന്നത്. ഗ്യാസ് അടുപ്പ് വെച്ച് നേരിയ തീയിൽ ഉരുകാൻ വെക്കണം. അരി നല്ല വറുത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. ഒരുമാതിരി ഇപ്പം പരുവത്തിൽ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ബ്രൗൺ ആകാനുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് നോർത്ത് ഇന്ത്യൻ വിഭവമാണെന്ന് പറഞ്ഞെങ്കിലും ഇതല്ല നോർത്ത് ഇന്ത്യൻ വിഭവം. അവർ ഗോതമ്പ് മാവും നെയ്യിലിട്ട് വറുത്തിട്ട് പാത്രത്തിലിട്ട് ഇതാക്കി എടുക്കുന്നതിനാണ് അവർ ഗുഡ് പാപ്പടി എന്നാണ് പറയുന്നത്. ഇത് ഗുഡ് പാപ്പടി എന്ന് പറഞ്ഞാൽ ശർക്കര ഇട്ടുള്ള ഒരു ഇതാണ്. ഇത് കൊച്ചിക്കാരാണ് ഇത് ആദ്യമേ ചെയ്യാൻ തുടങ്ങി. കൊച്ചിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വീറ്റ്സാണിത്. പണ്ടൊക്കെ കല്യാണങ്ങളിലും എല്ലാം കൊച്ചിക്കാർ ഇത് ചെയ്ത് വെക്കുമായിരുന്നു. നല്ല വറുത്ത് നല്ല കട്ടായി വരണം. കുറച്ചും കൂടി വരാനുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലപോലെ അരമണിക്കൂറോളം വേണം ഇത് അരി വറുത്തെടുക്കാൻ. ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ അരിച്ചെടുക്കാം. കുറച്ച് നേരം കൂടി വറുത്തെടുക്കാം അരി. ജയ അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. ഇവിടെ ജയ അരിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ജയ അരി എടുത്തത്. സൂര്യേഖ അരി വല്ലതും ആണെങ്കിൽ പെട്ടെന്ന് വറന്ന് കിട്ടും. ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ പൊട്ടി വരുന്ന പരുവമാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ അരി നല്ല പൊട്ടി വരുന്നത് കാണാം. ഇതാണ് പരുവം. ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. വായിലിട്ട് കടിച്ച് നോക്കുമ്പോൾ നല്ല പൊട്ടുന്നുമുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറുന്നത് വരെയും വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ശർക്കര നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. കല്ല് കാണും, അതുകൊണ്ടാണ് ഞാൻ അരിക്കുന്നത്. ചില വെല്ലം ശർക്കരയിൽ കല്ലൊന്നും ഉണ്ടാവില്ല. ഇതിൽ കല്ലൊന്നുമില്ല, ചെറിയ പൊടികൾ മാത്രമേ ഉള്ളൂ. എന്നാലും അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ചവറുകളെല്ലാം വൈകിപ്പോവില്ല. കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഗ്യാസ് അടുപ്പ് കത്തിച്ച് നല്ലപോലെ തിളപ്പിക്കണം. നല്ലപോലെ ഇളക്കി നല്ല തിളപ്പിച്ചെടുക്കണം.
നല്ല തേൻ പോലെ ഇരിക്കുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ശർക്കര നല്ലപോലെ ഉരുകി അതിന് ശേഷം അരിച്ചെടുത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് നല്ല തിളക്കാൻ പോകുന്നതിൻ്റെ മണം നല്ല ഒരു രക്ഷയില്ല, നല്ല മണമാണ് വരുന്നത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം, നല്ല ടേസ്റ്റുള്ള വിഭവമാണിത്. നല്ലപോലെ തിള വരുന്നത് വരെയും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി നല്ല നൂൽ പരുവമാകുന്നത് വരെയും ഇളക്കിക്കൊണ്ടിരിക്കുക. നെയ്യും ഏലക്കയും ഇട്ടാണ് ഞാൻ ഇളക്കുന്നത്. ഏലക്ക ആദ്യം ഞാൻ കുറച്ചാണ് എടുത്തത്, പക്ഷേ മണം വേറെ ഒന്നും ഒരു മണത്തിന് ഇല്ലല്ലോ, അതുകൊണ്ട് ഏലക്ക കുറച്ചധികം ഞാൻ എടുത്തു. ഒരു 10-20 എണ്ണമെങ്കിലും എടുത്തു കാണും. ഏലക്ക നല്ല പൊടിച്ച് തൊലിയെല്ലാം കളഞ്ഞാണ് ഞാൻ ഇട്ടത്. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നൂൽ പരുവമാകുന്നത് വരെയും ഇളക്കാം. രുചി ക്രമീകരിക്കാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കും. മധുരത്തിൻ്റെ ഇച്ചിരി ഒരു ഇത് വരാൻ വേണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കമ്പിപ്പരുവമെന്നും നൂൽ പരുവമെന്നും പറയാറുണ്ട്. അതിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് നോക്കണം. ഒരു ചെറിയ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കട്ടിയാവുന്നുണ്ടെന്ന് നോക്കണം. ശർക്കര നല്ല നൂൽ പരുവമായിട്ടുണ്ട്. കയ്യിലെടുക്കുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പോകുന്ന പരുവമാണ് നൂൽ പരുവം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇനി അടുപ്പ് അണച്ചതിന് ശേഷം പൊടിച്ചു വെച്ച അരിയിട്ട് ഇളക്കി കൊടുക്കും. പൊടിച്ചു വെച്ച അരി ഇതിലോട്ടിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ ഇളക്കാം. നല്ലവണ്ണം ഇളക്കി നല്ല ഇതാക്കി കൊടുക്കണം. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് തേച്ചതിന് ശേഷം അതിൽ ഇട്ട് കൊടുക്കാം. നല്ലപോലെ അമർത്തി കൊടുക്കണം. വെള്ളം പോലെ നോക്കട്ടെ, ചിക്കൻ കട്ടിയാവും. ഇത് നല്ല പോലെ വറ്റി നല്ല ഇതായി പിടിച്ച് വരണം, കട്ടിയാകണം. അതുവരെയും വെയിറ്റ് ചെയ്യുക.
നേരം കഴിയുമ്പോൾ ഇളക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ നിങ്ങൾക്ക് മുറിക്കാവുന്നതാണ്. ഞാൻ ഈ ഷേപ്പിലാണ് മുറിച്ചത്. ഇനി കുറച്ച് നേരം ഇത് 1 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കുക. ഞാൻ അരിയുടെ അളവ് പറഞ്ഞത് 1.5 കിലോ അരിക്കാണ് 1 കിലോ ശർക്കര എടുക്കേണ്ടത്. ഞാൻ 1 കിലോ അരി എന്നാണ് പറഞ്ഞത്. 1 കിലോ അരിയല്ല, 1.5 കിലോ അരിയാണ്. അതെല്ലാവരും ശ്രദ്ധിച്ച് വേണം ഇതെടുക്കാൻ, അല്ലെങ്കിൽ ശരിയാവില്ല. കട്ട ഇത് ലേഹ്യം പോലെ ആയിപ്പോവും. 1 കിലോ അരി 1.5 കിലോ അരി ഉണ്ടെങ്കിൽ 1 കിലോ ശർക്കര കറക്റ്റ് ആവുകയുള്ളൂ. 1 മണിക്കൂർ അങ്ങനെ വെച്ചതിന് ശേഷം കട്ടിയായി ഈ ഷേപ്പിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ എടുക്കുക. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ ഇത് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.